പക്ഷേ പുള്ളിയുടെ ആഗ്രഹം എന്താണെന്നറിയോ, പുള്ളിക്കൊരു മലയാളി പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന്. ഓക്കെ, നമ്മൾ അന്വേഷിച്ചു വന്ന സംഭവത്തിൽ TGV സിനിമാസ് മായ ബാങ്ക് ഐമാക്സ്. ഐമാക്സിൻ്റെ വലിയൊരു ബ്രാൻഡിങ് TGV സിനിമാസ്. ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഒരു ബുക്ക് സ്റ്റോറൊക്കെ കഴിഞ്ഞിട്ടുള്ള. അപ്പോൾ ഇതാണ് നമ്മളുടെ TGV സിനിമാസ്. പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് പോകണം. ഇവിടെ ക്യാൻഡി ബാർ കാര്യമായിട്ടൊന്നുമില്ല. ചിക്കൻ നഗറ്റ്സ്, പോപ്കോൺ, പിന്നെ ഡ്രിങ്ക്സ്, ഇതല്ലാതെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, ഇവിടെ നിന്ന് സീ വ്യൂ ആണല്ലോ. ഹൈ, നൈസ്. ഇവിടെ നിന്ന് സീ വ്യൂ ആണ് കേട്ടോ. അതിൻ്റെ മുമ്പിൽ വലിയൊരു കിടിലൻ, ഒന്നല്ല 3-4 അപ്പാർട്ട്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അവരുടെ വ്യൂ ആയിരിക്കും അങ്ങോട്ടേക്ക് ഉണ്ടാവുന്നത്. ആഹാ, നൈസ്. ഇവർക്ക് ഇങ്ങനെ ഹൈറ്റിലുള്ള കെട്ടിടം പണിത് മതിയാവുന്നില്ലേ മലേഷ്യയിൽ? ഐമാക്സിൻ്റെ ഒരു ആഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ടു ഗെറ്റ് ഹൗ ബിഗ് ഐമാക്സ് ഈസ് യു നീഡ് ടു 20,868 ഡിവൈസസ് വേണം. ടു ഗെറ്റ് ഹൗ ഗുഡ് ഇറ്റ് ഈസ് യു ഗോട്ട് ടു ബി ദേർ. എന്നിട്ട് ഒരാൾ സ്പേസിൽ ഇത്രയും ഡിവൈസും കൊണ്ട് സ്പേസിൻ്റെ ഒരു ഇത് നൈസല്ല. നല്ല ക്രിയേറ്റീവായിട്ടാണ് ഓരോന്നൊക്കെ ചെയ്തേക്കുന്നത് അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, ഇതാണ് TGV ഐമാക്സ് ഓഡിറ്റോറിയം. 얘기가 있었어. 가장 좋아하는 친구라고. Configure customized movie screen. Field of view maximized. Power up revolutionary projection system. Crystal clear images enhanced. Calibrate powerful digital speakers. Laser aligned sounds perfected. Prepare audience for maximum impact. Audience engaged for full immersion. The world's most immersive movie experience begins now.
ഇവിടെ ഐമാക്സ് കൂടാതെ ബീനി എന്ന് പറഞ്ഞൊരു ഫോർമാറ്റും കൂടിയുണ്ട്. ആക്ച്വലി ഈ ബീനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കപ്പിളായിട്ടൊക്കെ വരുന്നവർക്കാണ്. അതായത് 2 ബീൻ ബാഗാണ്. ആ ബീൻ ബാഗിൽ കിടന്ന് നമുക്ക് പടം കാണാം. അതും ഒരു നല്ലൊരു അടിപൊളി സംഭവമാണ്. അങ്ങനെ പെനാങ്ങിലെ ആദ്യത്തെ ഐമാക്സിൽ പടം കണ്ടിറങ്ങി. ഐമാക്സിൻ്റെ ഓഡിറ്റോറിയം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ ആദ്യം കയറിയപ്പോൾ കൊച്ചി ഐമാക്സിൻ്റെ ഓഡിറ്റോറിയം പോലെയൊക്കെയാണല്ലോ എന്നുള്ള രീതിയിൽ, അതായത് സ്ക്രീൻ സൈസ് എനിക്ക് അത്രയൊക്കെ ആണല്ലോ എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ 38x67 ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. കൊച്ചിയിലെ ഐമാക്സിനേക്കാളും കുറച്ചുകൂടി വലുതാണ്. പിന്നെ ഇതിൻ്റെ സൗണ്ട് സ്പെക്ക് വരുന്നത് 6 ചാനലാണ്, 12 ചാനലല്ല. ഞാനത് 12 ചാനലായിരിക്കും എന്നാണ് ആക്ച്വലി ഞാനത് പ്രതീക്ഷിച്ചത്. 12 ചാനലല്ല. പിന്നെ ഈ കണ്ട സിനിമ ട്രോൺ ഏരീസ് എന്ന് പറയുന്നത് ഒരു ഒട്ട പടമാണ്. ഇതിനകത്ത് കഥയാവട്ടെ, തിരക്കഥയാവട്ടെ, ക്യാരക്ടർ ആർക്കാവട്ടെ, ഇമോഷണൽ ഡെപ്ത് ആവട്ടെ, ഒരു മാങ്ങാത്തൊലിയില്ല. പക്ഷേ ഈ പടത്തിലുള്ള 2 സംഗതികൾ, ഒന്ന് വിഷ്വൽസിന് കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് ഈ ട്രോൺ എന്ന് പറയുന്ന പടമായിട്ട് 2 നോട്ടൊക്കെ കാണാമെന്നല്ലോ ഞാൻ വിചാരിച്ചത്. ഈ വിഷ്വൽസ് ഈ പടം തുടങ്ങുമ്പോൾ ഡിസ്നി പ്രസൻസ്, ഡിസ്നിയുടെ ലോഗോ എഴുതി കാണിക്കുന്നത് തന്നെ ഭയങ്കര രസമാണ്. ആ നിയോൺ ഹ്യൂസ്, ഈ റെഡ് കളറിൽ വരുന്ന ആ നിയോൺ ലൈറ്റ്സ്, ആ ലൈറ്റ്സൊക്കെ നല്ല ഭയങ്കര ഇമേഴ്സീവാണ്. നമുക്ക് അതെ ഇതുപോലത്തെ ലൈറ്റ്സൊക്കെയാണ് അങ്ങനെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 മിനിറ്റിൽ പടം എക്സ്പാൻഡ് ആസ്പെക്ട് റേഷ്യോ ആണ്. പടം ഫുൾ സ്ക്രീനിലേക്ക് മാറും. ഫുൾ സ്ക്രീനിലോട്ട് മാറുമ്പോൾ മൊത്തത്തിലേക്ക് കഥ അങ്ങ് മാറും. അപ്പോഴാണ് ഈ ജാരഡ് ലെറ്റോ ഇവരുടെ ആക്ടേഴ്സിൻ്റെ പേരൊക്കെ എഴുതി കാണിക്കുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് മെയിനായിട്ട് 3 സെഗ്മെൻറ്റ് വരുന്നുണ്ട്. ഈ 3 സെഗ്മെൻറ്റിൽ വിഷ്വൽസ് മാത്രമല്ല, NIN എന്ന് പറഞ്ഞ ബാൻഡാണ് ഇതിൻ്റെ മ്യൂസിക്. ഇവർ കൊടുത്തിരിക്കുന്ന സ്കോറുണ്ടല്ലോ, നല്ല ചുമ്മാ അതായത് എർത്ത് ഷാറ്ററിങ് സ്കോറൊക്കെയാണ് ഇവിടെ. ഈ പടം ഞാൻ ഓൾറെഡി കൊച്ചി ലുലു അവിടെയുള്ള Audi 6 ഞാൻ ഓൾറെഡി ഈ പടം കണ്ടതായിരുന്നു. പക്ഷേ അന്നേരം എനിക്ക് സൗണ്ടിൻ്റെ എഫക്റ്റ്, അതൊരു അറ്റ്മോസ്ക്രീനായിട്ട് എനിക്ക് സൗണ്ടിൻ്റെ എഫക്റ്റ് എനിക്ക് അത്ര കാര്യമായിട്ടൊന്നും എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. പക്ഷേ ഐമാക്സിൽ വന്നപ്പോൾ ഓഫ് കോഴ്സ് ഡോൾബി അറ്റ്മോസിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവമാണ് ഐമാക്സിൻ്റെ സൗണ്ട്. എന്നാൽ പോലും ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഐമാക്സിൽ, അത് ലുലു ആവട്ടെ, ട്രിവാൻഡ്രത്തെ ലുലു ആവട്ടെ, അതല്ലാതെ കൊച്ചിയിലെ സിനിപോളിസ് അവിടെയൊക്കെ സൗണ്ട് കുറച്ച് വെക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എനിക്ക് ആ ഒരു പെടപ്പില്ല, ആ ഒരു സംഭവം കറക്റ്റായിട്ട് കിട്ടി. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കണ്ട പെനാങ്ങിലാണെന്നുണ്ടെങ്കിലും, പിന്നെ നമ്മൾ മലേഷ്യയിലെ ഏറ്റവും വലിയ ഐമാക്സിൽ പടം കണ്ടില്ലേ, അയ്യോ അത് അതിലും വലുതാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ക്രീൻ സൈസ് കുറയുന്നതിൻ്റെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് കോലാലംപൂർ ഐമാക്സും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി മിഴിവുള്ള ഒരു ഇമേജസൊക്കെ ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഷോ 3D ആയിരുന്നു. പക്ഷേ എനിക്ക് 3D മിസ്സായി. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള എൻ്റെ സ്കെഡ്യൂൾ കറക്റ്റല്ല. അപ്പോൾ അതുകൊണ്ട് 3D വേണ്ട, വീണ്ടും 2D തന്നെ കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇവിടുത്തെ 35 റിങ്കറ്റാണ് റേറ്റ് വരുന്നത് ഐമാക്സ് ടിക്കറ്റിന്. 35 റിങ്കറ്റിന് നമ്മുടെ നാട്ടിൽ ആ ഒരു റേറ്റൊക്കെ തന്നെയൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര അൽമാറ്റി, അതായത് കസാഖിസ്ഥാനിലെ ഉസ്ബെക്കിസ്ഥാനിലെ ഐമാക്സിലുള്ള പോലത്തെ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ സ്ക്രീൻ കൊള്ളായിരുന്നു. അതിൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഐമാക്സിൻ്റെ ബ്രാൻഡിങ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിൽ പോലും ആ ഓഡി കാണാനൊരു ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഐമാക്സിൻ്റെ സ്പീക്കേഴ്സ് ആകെ 2 വിസിബിൾ ആയിട്ടുള്ളത്, നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അങ്ങനെയുള്ളതുകൊണ്ടാണ്. അപ്പോൾ പെനാങ് എന്ന് പറയുന്നൊരു ചെറിയൊരു ഐലൻഡ്. പെനാങ് അറിയപ്പെടുന്നത് ക്യാപിറ്റൽ ഓഫ് ഫുഡ്, മലേഷ്യാസ് ഫുഡ് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഐലൻഡാണ്. ആ ചെറിയൊരു ഐലൻഡിൽ ഐമാക്സ് വന്നിട്ടുണ്ട്. ആ ഐമാക്സിൽ പടം കാണാൻ പറ്റിയതായാലും. അപ്പോൾ ഇത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെ എല്ലാ ഐമാക്സിലും പോയി ഒരു പടമൊക്കെ കാണണം, ഇതാണ് ആഗ്രഹം. അപ്പോൾ ഏതായാലും ലിസ്റ്റിൽ നിന്ന് മലേഷ്യ, അതിനകത്തുള്ള പെനാങ്, ഇതൊക്കെ ടിക്കായിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ അതൊക്കെയാണ് ആഗ്രഹം. അറിയില്ല എന്തൊക്കെയായിരിക്കുമെന്ന്. അപ്പോൾ കൊള്ളാവുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഈ ട്രോൺ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എല്ലാം ചേർന്നൊരു പടമൊക്കെ അങ്ങനെയൊക്കെ പറയൂലേ, എല്ലാം ചേർന്ന്. ഇപ്പോൾ F1 ഒക്കെ എന്തോരം തവണ കണ്ടിട്ടും നമുക്കത് ഒരു മടുപ്പില്ലായിരുന്നു. ഇതങ്ങനെയല്ല. ഇത് ആകെ ഒരു 3 സെഗ്മെൻറ്റാണ് ഇതിനകത്ത് അടിപൊളിയായിട്ട് വരുന്നത്. ഒരു ചേസ്, പിന്നെ ഒരു എസ്കേപ്പ്, പിന്നെ ക്ലൈമാക്സിന് മുമ്പുള്ള ആ ഒരു സംഭവങ്ങൾ. അപ്പോൾ ഈ 3 സീക്വൻസ് വരുന്ന ആ ഒരു സീക്വൻസ് കഴിഞ്ഞാൽ അടുത്ത സീക്വൻസിലേക്ക് ആഗോപ്പ് എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ചിലപ്പോൾ നമ്മൾ മൊബൈലിൽ നോക്കും, എന്തൊക്കെയാണെന്നൊക്കെ നോക്കും. അങ്ങനെയൊന്നും വരുന്നില്ല F1 കണ്ടപ്പോൾ. F1 ഏത് ഫോർമാറ്റിൽ കണ്ടിട്ടും ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു സംഭവം അത് എപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല പടമായിരുന്നു വെച്ചെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ഐമാക്സ് പടങ്ങൾ ഇറങ്ങുമ്പോൾ ഇതുപോലെ മൂവി മാരത്തൺ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കിടിലം പടം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അവതാർ വരുന്നുണ്ട്. അതിനു മുമ്പ് ഇതിൻ്റെ പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സിൻ്റെ ട്രെയിലറിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ പടം ഒരു ഔട്ട്സ്റ്റാൻഡിങ് റിവ്യൂ ഇട്ട് കാണുന്നുണ്ടെങ്കിൽ, അതായത് കഥ, തിരക്കഥ, ഇമേജസ്, മ്യൂസിക് തുടങ്ങിയ ഇമേജസ് അല്ല വിഷ്വൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ നല്ല പക്കയായിട്ട് സംഭവങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്യുക. ആ പടമൊക്കെ നമുക്കിനി എത്ര തവണ വീണ്ടും 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 കണ്ടാലും നമുക്കൊരു നഷ്ടം തോന്നില്ല. അപ്പോൾ
ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഐമാക്സിൽ കാണാൻ പറ്റി. സോ ഹാപ്പി. ഓക്കെ, ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം നടന്നു. ആക്ച്വലി മലേഷ്യയിൽ ഒരുപാട് തമിഴ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് ഇവർ പല ജനറേഷനായിട്ട് ഇവിടെ തന്നെയാണ്. അവർ ഇന്ത്യ, അതായത് തമിഴ്നാടൊന്നും കണ്ടിട്ടില്ല, ഇന്ത്യയിലേക്ക് പോയിട്ടേ ഇല്ല. എന്നാൽ ആ ഒരു തമിഴ് സംസാരിക്കുന്ന ആ തമിഴ് കൾച്ചർ, ആ ഒരു സംഭവങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു കൾച്ചറൽ ഇമ്പാക്റ്റ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് സിനിമകളിൽ നിന്നാണ്. ഇവർ തമിഴ് സിനിമകളുടെ ഭയങ്കര ഫാനാണ്, തമിഴ് പാട്ടുകൾ അവർ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഞാൻ ഈ ചെന്നപ്പോൾ ഐമാക്സിൽ ഇവിടെ നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ഒരു തമിഴ് പയ്യനാണ്, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ പുള്ളിക്കാരനോട് ഇപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി, എന്താ പറയുക, അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഒന്നെങ്കിൽ തമിഴനായിരിക്കും അല്ലെങ്കിൽ മലയാളിയായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ ജസ്റ്റ് ടൂറിസ്റ്റാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ ഇന്ത്യയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ പുള്ളിയുടെ ആഗ്രഹം എന്താണെന്നറിയോ, പുള്ളിക്കൊരു മലയാളി പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന്. അതായത് പുള്ളിയുടെ ആഗ്രഹമാണത്. എന്നിട്ട് ഈ മാട്രിമോണി ഇല്ലേ നമ്മളുടെ, ഈ മലയാളികളുടെ എല്ലാ മാട്രിമോണിയും പുള്ളിക്ക് അറിയാം. എന്നിട്ട് പുള്ളി മാട്രിമോണിയിൽ സംഭവങ്ങൾ നോക്കുകയാണ്. എന്നിട്ട് ഒരു മലയാളി പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് പിന്നെ അത് എങ്ങനെയെങ്കിലും പുള്ളിക്കാരൻ ഇവിടെ കൊണ്ടുവരും, ഇവിടുത്തെ മലേഷ്യൻ സിറ്റിസൺ അതൊക്കെ ആക്കും, അതൊക്കെ ആക്കിക്കൊള്ളാം. പക്ഷേ ഒരു മലയാളി പെൺകുട്ടിയാണ്, അതാണ് പുള്ളിയുടെ ആഗ്രഹം. എന്നാൽ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ തമിഴ് സിനിമകളിൽ കൂടുതലായിട്ടും കാണിക്കുമല്ലോ, തമിഴ് പ്രസംഗ മലയാളി പൊണ്ണുങ്ക എന്നൊക്കെ പറയുന്ന പോലെ, അതൊക്കെ നമ്മളൊരു ട്രോൾ സെൻസിൽ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ ഈ തമിഴ് കൾച്ചർ അതേപോലെ ഫോളോ ചെയ്യുന്ന വേറെ ഒരു രാജ്യത്തുള്ള ഒരു തമിഴിന് അത് കണ്ടിട്ട് ഒരു മലയാളി പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്നുള്ളത് അതൊരു ഭയങ്കര ആഗ്രഹമായിട്ട് ഇത്ര സ്ട്രോങ് ആയിട്ട് പുള്ളി എൻ്റെ അടുത്ത്, ഞാൻ മലയാളിയാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞു, നമുക്ക് മനസ്സിൽ കണ്ടിപ്പാ കിടക്കും എന്നും പറഞ്ഞിട്ട് ഞാനിങ്ങ് പോകുന്നു. അതേക്കുള്ളെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അതുപോലെ കിട്ടട്ടെ കേട്ടോ, നല്ലൊരു പയ്യനാണ്. കാര്യം സംസാരിച്ചിടത്തോളം ഭയങ്കര ശുദ്ധനാണ്. അതായത് ഇന്ത്യ പുള്ളി കണ്ടിട്ടില്ല, ഇന്ത്യയിലേക്ക് വന്നിട്ടുമില്ല, എന്നിട്ടും ഇന്ത്യ ഇഷ്ടമാണ്, മലയാളികൾ ഇഷ്ടമാണ്. അപ്പം തന്നെ പുള്ളിയുടെ ആഗ്രഹം നടക്കട്ടെ. പെനാങ് അറിയപ്പെടുന്നത് തന്നെ മലേഷ്യയുടെ ഫുഡ് ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ പെനാങ്ങിലെ സ്ട്രീറ്റ് ഫുഡിൻ്റെ വിശേഷങ്ങളുമായിട്ടുള്ള പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.